എടാ സുഹൃത്താ ഇന്നത്തെ ബാക്കി ചക്കക്കുരുക്കെ എന്തി രണ്ടെണ്ണം ഞാൻ അടിച്ചു വിട്ടായിരുന്നു. രാവിലെ പിന്നെ ചായയോടെ ഞാൻ തന്നത്. ഓ ഇന്നത്തെ കമ്പക്കെട്ടിനുള്ളതായി. ഇന്ന് ആരും വന്നില്ല ഇവിടെ. പുറത്ത് രണ്ടുപേരും വന്ന് ഇപ്പോൾ ഉണ്ട്. ഇവിടുത്തെ അറേഞ്ച്മെന്റ് ഒക്കെ സെറ്റ് ആക്കി എങ്ങനെ വിളിക്കുന്നത്? വിളിക്ക് ഇനി പെരക്കാതെ വിളിച്ച് കയറ്റിയത് അതിൽ പോകുന്നതിന് മുമ്പേ പുറത്തേക്ക് ചേച്ചി കൂട്ടി കയറി പറഞ്ഞു. വന്ന കാര്യം നിൽക്കാതെ ഇരിക്കുക അങ്ങോട്ട്. മനസ്സിലായി എന്താ വന്നതിന്റെ ഉദ്ദേശം? സ്വാമിക്ക് എന്റെ പേരറിയായിരുന്നോ? ഈ പ്രപഞ്ചത്തിൽ ദാമോദരൻ അറിയാത്ത കാര്യങ്ങളോ? സമീപറ്റി കേട്ടിട്ടില്ലേ? തെൻകാല ജ്ഞാനിയാ. അതെന്തോ ജാനുവാ? സുഹൃതോ ബാക്കിയുള്ളവർക്കെല്ലാം ത്രികാല ജ്ഞാനമാണേ. അത് 3 സ്വാമിക്ക് അത് 10 അല്ല വന്ന കാര്യം ഇതായിട്ടും പറഞ്ഞിട്ടില്ലേ? ഒരു ശത്രു സംഭാരം കഴിക്കണം. സുഹൃതാ തൈര് പോലെ ഇരിപ്പുണ്ടാകത്ത് ഉണ്ടാവില്ലേ? സാധനം ഇവിടെ കിട്ടാനില്ല. ഞാൻ ഒരു കുറിപ്പടി അറിയാം, അത് വാങ്ങിച്ചു വെച്ചിട്ട് നോമിനെ ഒന്ന് വിളിക്കുവാ അങ്ങോട്ട്. ഇതൊക്കെ ഒന്ന് വാങ്ങിക്കുന്നാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. ഒരു കവറ് തൈര് ആ നാടൻ കിട്ടുമെന്ന് അത്രയും നന്ന്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇച്ചിരി പച്ചമുളക്, ലേശം ഉപ്പ്, മേപ്പടികൾ എല്ലാവരും വാങ്ങിച്ചോണ്ട് വെക്കും. ഇതൊക്കെ എന്തിനാ സ്വാമി? മത്സ്യമല്ലേ പറഞ്ഞ സംഭാരം കഴിക്കണമെന്ന്. ഇതെല്ലാം അടിച്ചു കിലക്കി ഒരു സംഭാരം ഉണ്ടാകും. ഞാനും എൻ്റെ ശിഷ്യനും ഓരോ ഗ്ലാസ് കുടിക്കും. നിങ്ങളുടെ ശത്രു കുടിക്കുമെന്ന് നമുക്കറിയില്ല. ഞാൻ അതല്ല സ്വാമി പറഞ്ഞത്, ശത്രു സംഭരണം നടത്തണമെന്നാ പറഞ്ഞത്. ഞങ്ങളിവിടെ ശത്രുക്കൾക്ക് സംഭരണം ഒന്നും കൊടുക്കാറില്ല. സ്വാമി മറ്റേതാ കേട്ടോ സംഹാരം. അതാ സ്വാമി, എനിക്കൊരു ശത്രു ഉണ്ട്, അവരെ ഒന്ന് നശിപ്പിക്കണം. ഇല്ല, നോമ അത് ചെയ്യാറില്ല. നോമു എന്നാ നശിപ്പിക്കണ്ട സ്വാമി, നന്നാവാതിരുന്നാ മതി. എന്നാ അങ്ങനെ പറയുക. മുട്ടലൊരു പ്രയോഗമുണ്ട്, സുഖം വരയ്ക്കില്ലേ? പേനോണ്ടാണോ അത് പെൻസിലുണ്ടാണോ? കൈ കിട്ടുന്ന എന്തോന്ന് വെച്ചാൽ അത് വെച്ച് വരയ്ക്കുക. അത് മതി സ്വാമി. മുട്ടയ്ക്കകത്ത് സുഗതം കുറച്ച് ചിത്രപ്പണിയും ചെയ്യും, ഞാൻ കുറച്ച് പൂജയും ചെയ്യും. ശത്രുവിന്റെ വീടിനും വിറ്റത്തുണ്ട് അത് കുറിച്ചിടുക. അയ്യോ സ്വാമി, അവരുടെ വീടിന് മുന്നിൽ തറയോട് ഇട്ടേക്കുവാണ്. 2 തറയോട് ഇളക്കാം. ഇല്ലേ സ്വാമി? ഇളക്കേണ്ടി വരും. ഇളക്കാം സ്വാമി, ഇളക്കാം. ചിത്രപ്പണി കഴിയാൻ കുറെ സമയം പിടിക്കും. പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വരിക. സുഗതാ ഇവിടെ സുഗതോ എത്ര രൂപ നടന്നു? 1500 കിട്ടി. നീ ലാഭം പോകുന്നതിന് അവനായിട്ട് പിടിച്ച് കയറ്റി. പുറത്തേക്ക് കയറി വരുമോ? ഇരിക്കുക അങ്ങോട്ട്. എന്താണ് വന്നതിന്റെ ഉദ്ദേശം? സ്വാമി എന്റെ കുറച്ച് കാര്യങ്ങൾ അറിയണം. തന്റെ കാര്യം അറിയണം നാട്ടിൽ ചോദിച്ചാൽ മതിയോ? തന്നെക്കാട്ടിലും നല്ല അറിവായിരിക്കും അവിടെ. ഫലിതപ്രിയനാണല്ലേ? സ്വാമിയെ പറ്റി കേട്ടിട്ടില്ലേ? സുഗതോ ഇത് വേറെ കഥയെ. സ്വാമി കുറെ ഫലിത പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. ദാമോദരന്റെ കുലിശിതങ്ങൾ. അയ്യോ കുശലങ്ങൾ. അല്ല സ്വാമി, ഈ ദാമോദരൻ എന്ന് വെച്ചാൽ എന്തുവാ? ഈ ദാമോദരൻ വിളിക്കുന്നതിനെക്കാട്ടും നല്ലത് ദാമോദരൻ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഒരു ഗാംഭീര്യമുണ്ട്. പല പൂജകൾ വരുമ്പോ എരുതി കേട്ടി പലതും കിട്ടാറുണ്ട്. സുഗതോ വന്ന കാര്യം ഇതായിട്ടും പറഞ്ഞിട്ടില്ലേ? സ്വാമി എനിക്ക് പെണ്ണൊന്നും കിട്ടുന്നില്ല. പൂജ ആയാലോ? എന്നാ അത് മതി സ്വാമി. പൂജ എങ്കിൽ പൂജ. പൂജ പ്രശാന്ത് പേരും ചേരും. നീ മാമാപ്പനോട് ഞാൻ ചെയ്യാനേ. നീ എന്താ പണിയാ കാണിച്ചേ? ആ പേരും പറഞ്ഞ കുറച്ച് കാശ് മേടിക്കാതല്ലോ. ആ കറങ്ങി തിരിഞ്ഞ് വരൂടെ.